പ്രൈസ് ലോർഡ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യം വായിക്കാം. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് വാമൊഴിയായി പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. യേശു യാത്ര ചെയ്യുമ്പോൾ ലേവി എന്നുള്ള പേരുള്ള ഒരു ചുങ്കക്കാരന് ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നു. അവന് കരം പിരിക്കുന്ന വ്യക്തിയാണ്. ആ കരം പിരിക്കുന്ന ലേവി എന്നൊരു ഒരുത്തനെ അവിടെ ഇരിക്കുന്നു കണ്ടു. യേശു അവനോട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. ആ കാലഘട്ടത്ത് ചുങ്കം പിരിക്കുന്നവന്, ഹല്ലേലൂയ, കരം പിരിക്കുന്നവന് അധികമായി പിരിക്കുകയും അഴിമതി ചെയ്യുകയും ചെയ്യുന്നവനാണ്. അവന് പാപം ചെയ്യുന്നവനാണ്. അവൻ സകലവും വിട്ട്, പക്ഷേ അങ്ങനെയുള്ള ഒരാളെയാണ് യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ചുങ്കക്കാരും മറ്റ് വലിയൊരു പുരുഷാരവും അവനോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുന്നും കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു ആ കാലഘട്ടത്ത് അറിയപ്പെടുന്ന പാപികളായ മനുഷ്യര്, ചുങ്കക്കാര് അവരുടെ കൂടെ വിരുന്നിരുന്നു. അപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഗുരു എന്തിനാണ് ഈ പാപം ചെയ്ത മനുഷ്യരുമായി ഭക്ഷണത്തിന് ഇരിക്കുന്നത്? അത് നിങ്ങൾക്ക് വിഹിതമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. യേശു കർത്താവ് ദീനം കുറ്റം ചെയ്തവനെ, ദീനക്കാരെ, മാനസാന്തരപ്പെടുവാൻ ഒരു മനസ്സുള്ളവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ കൂടെയുള്ളവര് ആരും ഉപവസിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, മണവാളനും കൂടെയുള്ളപ്പോൾ ആർക്കും ഉപവസിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇനി മണവാളന് പോകും. മണവാളൻ പോയി കഴിയുമ്പോൾ അവർ ഉപവസിക്കും, അവർ പ്രാർത്ഥിക്കുമെന്ന് ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. അവന് ഭക്ഷണത്തിനിരുന്നപ്പോൾ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ അത് വീണ്ടും പറയുകയാണ്. യേശു പറയുകയാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. യാഗത്താലല്ല കരുണയിലെത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ വിളിപ്പാൻ അത്രേ വന്നിരിക്കുന്നത് എന്ന് യേശു കർത്താവ് പറയുകയാണ്. അപ്പൊ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല. ഇസ്രായേലിന്റെ പാരമ്പര്യമുള്ള ദൈവം എബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും മക്കളെ വിളിച്ച് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ്, ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ടാണ് കാട്ടൊലുവായിരുന്ന നമ്മെ നല്ല ഒലിവിന്റെ കൊമ്പുകളെ ദൈവം വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലുവായിരുന്ന നമ്മെ, യഹൂദനല്ലായിരുന്ന നമ്മെ, ഹല്ലേലൂയ, ആ നല്ല ഒലിവിന്റെ കൊമ്പുകളിലേക്ക് ബഡ് ചെയ്ത് നമ്മെ ചേർത്തിരിക്കുന്നു. നമുക്ക് ഒരവകാശവും ഉണ്ടായിരുന്നതല്ല. ദൈവത്തിന്റെ ആ കരുണയാണ്. ഹല്ലേലൂയ. നമ്മുടെ യാഗം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ആ സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ ദൈവം വെട്ടിക്കളഞ്ഞു എങ്കിൽ നിന്നെയും വെട്ടിക്കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എന്തു ചെയ്യണം? നീ അഹങ്കരിക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവനോട് ചേർന്നിരുന്ന് ജീവിക്കുന്നുവെങ്കിൽ നമ്മെ ദൈവം മാനിക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി, ദൈവത്തിന്റെ സ്വന്തം മക്കളെ, ഇസ്രായേൽ ജനത്തെ, എബ്രഹാമിന്റെ സന്തതി പരമ്പരകളെ, ഇസാക്കിന്റെ സന്തതി പരമ്പരകളെ, യാക്കോവിന്റെ സന്തതി പരമ്പരകളെ ദൈവം ആദരിക്കാതെ വെട്ടിക്കളഞ്ഞു എങ്കിൽ നമ്മെയും ദൈവം വെട്ടിക്കളയും. വെട്ടിക്കളയണമെങ്കിൽ ദൈവത്തിനൊരു പ്രമാണമുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മെ
വെട്ടിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ പരീശന്മാർ ഒരുത്തൽ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. ഹല്ലേലൂയ. പരീശൻ, ആ കാലഘട്ടത്ത് യഹൂദ പരീശൻ യേശുവിനെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിച്ചു. ആ യേശുവിനെ ക്ഷണിച്ചത് അവന്റെ പ്രസക്തിക്ക് വേണ്ടിയാണ്. അവന് മനസ്സിൽ വിചാരിച്ചത് എന്റെ വീട്ടിൽ നിന്നാണ് യേശു ഭക്ഷണം കഴിച്ചത് എന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അവന് പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരുന്നു. ആ പട്ടണത്തിലെ പാപിയായ സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമളതൈലം കൊണ്ടുവന്നു. ഇവിടെ ആ പ്രദേശത്ത് ഒരു പാപിയായ സ്ത്രീ, അവളുടെ ചെവിയിലും ഒരു അറിവ് കിട്ടി. കർത്താവായ യേശു ക്രിസ്തു ഈ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ ഈ പാപിയായ സ്ത്രീയെ ആരും ക്ഷണിച്ചില്ല. അവൾ അവിടെ ഇടിച്ചു കയറി ചെന്ന്, അവൾ ആവശ്യബോധത്തോടെ ഇടിച്ചു കയറി ചെന്ന് യേശുവിന്റെ കാൽപാദത്തിൽ ഇരിക്കുകയാണ്. യേശുവിന്റെ മുമ്പിൽ ഇരിക്കുവാൻ അവൾക്ക് യോഗ്യതയില്ല. അവൾ തന്റെ മനസ്സിൽ പറയുകയാണ്, ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ ഹല്ലേലൂയ പുത്രനായ യേശുവിന്റെ മുമ്പിൽ ഇരിക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഞാൻ വളരെ പാപത്തിലും ചെളിക്കുണ്ടിലും കിടന്ന സ്ത്രീയാണ്, ഞാൻ വളരെ പാപം ചെയ്ത സ്ത്രീയാണ് എന്ന് അവൾ കരഞ്ഞുകൊണ്ട് അവൾ എവിടെയാണ്? യേശുവിന്റെ പിറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. ദൈവത്തിന്റെ ഈ ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ, ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ കാൽക്കീഴിൽ ഇരുന്ന് അവൾ കരയുകയാണ്. അവളിങ്ങനെ കണ്ണുനീർ കൊണ്ട് അവന്റെ കാല് നനച്ചു തുടങ്ങി. യേശു കർത്താവിന്റെ കാല് അവൾ പുറകിലിരുന്ന് അവളുടെ കാല് അവൾ കരഞ്ഞ് അവൾ കണ്ണുനീർ കൊണ്ട് കാൽ നനച്ചു. അവൾ തലമുടി കൊണ്ട് തുടച്ചു, പാദം ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ ഇത് കണ്ടിട്ട് ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊഴുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവരെന്നും അവൻ അറിയുമായിരുന്നു. ഈ പരീശന് അപ്പോഴും യേശു ഒരു പ്രവാചകനാണ് എന്ന ഒരു ബോധ്യം അവനില്ല. അങ്ങനെ ബോധ്യം ഉണ്ടായിട്ടല്ല യേശുവിനെ ഈ പരീശൻ ക്ഷണിച്ചത്. അതുകൊണ്ട് പരീശൻ തന്റെ ഉള്ളിൽ പറയുകയാണ്, ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഇവനെ തൊടുന്ന സ്ത്രീ ആരെന്ന് അവരെങ്ങനെയുള്ളവരെന്ന് ഇവർ അറിയുമായിരുന്നു എന്ന് പറഞ്ഞു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനെ, നിന്നോട് ഒന്ന് പറയുവാനുണ്ടെന്ന് യേശു പറഞ്ഞു. ഗുരു പറഞ്ഞാലും എന്ന് പറഞ്ഞു. കടം കൊടുക്കുന്നവന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തിന് 500 വെള്ളിക്കാശ്, മറ്റവന് 50 വെള്ളിക്കാശ്. വീട്ടുവാൻ അവർക്ക് വകയില്ല. ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. അവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടുവൻ എന്ന് പറഞ്ഞു. അധികം ഇളച്ചു കിട്ടിയവൻ അവരെ അധികം സ്നേഹിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഈ പാപിയായ സ്ത്രീക്ക്, അവൾ ഒത്തിരി പാപം ചെയ്ത ഒരു സ്ത്രീയാണ്. അവൾക്ക് അവളുടെ ആ പാപങ്ങളെ എല്ലാം ദൈവം കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുകയാണ്. ഇനി ആർക്കും തിരിച്ചെടുക്കുവാൻ കഴിയാത്തവണ്ണം കടലിന്റെ ആഴങ്ങളിലേക്ക് യേശു കർത്താവ് അവളുടെ പാപങ്ങളെ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് അവൾക്ക് ഹല്ലേലൂയ യേശുവിനോട് വളരെ സ്നേഹമുണ്ട്. കാരണം അവൾ ശുദ്ധിയായി തീർന്നു. അവളെ ശുദ്ധീകരിച്ചു. ജീവന്റെ ഉറവ അവനിലുണ്ട്. അവനിൽ നിന്നുള്ള ജീവന്റെ ഉറവ ഈ പാപിയായ സ്ത്രീ കുടിച്ചപ്പോൾ അവൾ ശുദ്ധീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ ദൈവം അവളെ കഴുകി വെടിപ്പാക്കി. അവൾ നിർമ്മലയായി തീർന്നു എന്ന ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുകയാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നത് എന്ന് യേശു അസന്നിഗ്ധമായി നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവിന്റെ പാദത്തിൽ നമ്മൾ കണ്ണുനീരോടെ കരഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ സർവ്വ പാപങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് ഇന്നലെ ഉളവായ ഒരു കൊച്ചുകുട്ടിയുടെ ഹൃദയം പോലെ പുതിയ ഒരു ഹൃദയം നമ്മൾ വയ്ക്കുമെന്ന ദൈവത്തിന്റെ വചനം ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ഞാൻ നീതിമാന്മാരെ അല്ല
പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല വിളിക്കാൻ വന്നത്, പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത്. പാപം ചെയ്ത ആളുകളെ, പാപികളായ മനുഷ്യരെ ഞാൻ വിളിക്കുവാൻ വന്നിരിക്കുന്നു. അവരെ കഴുകി ശുദ്ധീകരിച്ച് അവരെ ഒരു നിർമ്മലമായ പുതിയൊരു ഹൃദയം അവരിൽ സൃഷ്ടിച്ച്, നിർമ്മലമായ ഒരു ഹൃദയം അവരിൽ സൃഷ്ടിച്ച് അവരെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് യേശുവിനോടുകൂടെ ഒരു നിർമ്മലമായ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ ഒരു നിർമ്മലമായ ഹൃദയം ദൈവം നമുക്ക് തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ.